ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മലയാളം മൂവിയാണ്. ഈ ആഴ്ച എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം ഒരു 4ഓളം മികച്ച ചിത്രങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്നാണ് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രവിശേഷം നമ്മുടെ ചാനൽ ചെയ്യുന്ന രണ്ടാമത്തെ റിവ്യൂ ആണ്. അപ്പൊ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ചിത്രത്തിന്റെ പേര് ധീരം എന്നാണ്. ചിത്രത്തിന്റെ പേര് ജിതിൻ ടി സുരേഷ് ആണ് ഡയറക്ഷൻ, അദ്ദേഹം തന്നെയാണ് തിരക്കഥ. എന്തായാലും ഇന്ന് രണ്ട് ജിതിന്മാരുടെ ദിവസം തന്നെയാണ്. കളങ്കാവൽ ഡയറക്ഷൻ ജിതിൻ കെ ജോസ് ആണെങ്കിൽ ഇത് ജിതിൻ ടി സുരേഷ് ആണ്. അപ്പോൾ തീർച്ചയായും ജിതിൻ ടി സുരേഷിനെ കൂടാതെ ബാക്കിയുള്ള ഇതിന്റെ കാസ്റ്റിംഗ് കാരണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് കാസ്റ്റിംഗ് ഇന്ദ്രജിത് കുമാറിനാണ് പ്രധാനപ്പെട്ട ഒരു ലീഡർ റോൾ വന്നിട്ടുള്ളത്. ഇന്ദ്രജിത്തിനെ കൂടാതെ രഞ്ജി പണിക്കർ, നിശാന്ത് സാഗർ, സാഗർ സൂര്യ, അജു വർഗീസ്, വരലക്ഷ്മി, ദിവ്യ പിള്ളൈ, അതുപോലെ തന്നെ ആവന്തിയ മോഹനൻ, റബേക്ക ജോൺ തുടങ്ങിയ ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരു പാറ്റേൺ തന്നെയാണ്. നമുക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ ഇതിൽ വന്ന് പോകുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് മണികണ്ഠ അയ്യപ്പയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തായാലും ഈ പടം ഏകദേശം 2.5 മണിക്കൂറിന്റെ അടുത്ത് വരുന്നുണ്ട്. കൈ എന്തായാലും വെറുതിരിക്കേണ്ട അവസ്ഥ വന്നില്ല. കാരണം തുടക്കം തൊട്ട് ഒടുക്കം വരെയും ഈ ബാഡ് സ്കോർ പടപടാന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ധീരത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കില്ലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു സീരിയൽ കില്ലിംഗ് ഒരു സ്റ്റോറിയാണ്. അന്വേഷണമായി പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെയാണ് ധീരത്തെ കുറിച്ച് മുന്നോട്ട് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന ക്രിസ്റ്റി സേവിയർ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ലൈഫിൽ ഒരു കേസ് അന്വേഷണമായിട്ട് കടന്നു വരുന്ന കുറച്ച് ക്രൈമുകളുണ്ട്. അതെങ്ങനെയാണ് അദ്ദേഹം സോൾവ് ചെയ്യുക, പിന്നീട് എന്ത് സംഭവിക്കുക, അതാണ് ഇതിന്റെ കണ്ടന്റ്. ഇതിന്റെ ടീസർ ആണെങ്കിലും ട്രെയിലറൊക്കെ കണ്ടത് നമുക്ക് പൂർണ്ണമായിട്ട് വ്യക്തമാണ്. ഒരു കുറ്റാന്വേഷണ സ്റ്റോറി തന്നെയായിരിക്കുന്നു. അത് പൂർണ്ണമായിട്ടും അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഇതില് സ്റ്റോറി നമ്മൾ കടക്കുക സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ കഥാനായകനെ കാണിക്കുന്നുണ്ട്. ഏതൊരു ടവറിന്റെ മുകളിലേക്ക് വലിഞ്ഞു കൊടുക്കുന്ന ഭാഗമായിട്ട് ഓടി വരുന്ന ഭാഗമായിട്ട് കാണിക്കുന്നു. ഒരു ഗൺ ഷൂട്ട് നടക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഒരു വിചാരണ പോലെ ഒരു കേസ് നടക്കുന്നതിന് ശേഷം കഥ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും ഇതിൽ പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പല പല ഭാഗങ്ങൾ പലരും അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും തന്നെയാണ്. അതെന്തായാലും കൊള്ളാമായിരുന്നു. അത് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യങ്ങൾ പറയാൻ സാധിക്കുള്ളൂ. കാരണം അത് നീറ്റായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അതിപ്പോ പുതുമയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുമയില്ല. കാരണം നമ്മൾ ഒരുപാട് ചിത്രങ്ങളിൽ കണ്ടു മറന്നു പോയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. പ്രധാനമായിട്ടും ഒരു സൈക്കോ കില്ലർ ഉണ്ടാകുമെങ്കിൽ അത് റീസണബിൾ ആയിട്ട് ഒരു കാരണം ഉണ്ടാവും. എന്തായിരിക്കും? അതേ കാരണങ്ങൾ തന്നെയൊക്കെയാണ് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. നമുക്കിങ്ങനെ പോസിറ്റീവ് വശങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതിൽ പറയുകയാണെങ്കിൽ ഇന്ദ്രജിത് കുമാർ എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു ഗംഭീരമായിട്ട് ഒരു പ്രകടനം എടുത്ത് കാണിക്കാൻ സാധിക്കും. എനിക്ക് ചില ഭാഗത്തൊക്കെ നമ്മുടെ ഈ ഒരു ഈപ്പൻ ബാബുച്ചിയെ ഓർമ്മ അദ്ദേഹത്തെ കളിയാക്കി പറഞ്ഞല്ല, ഒരു സിഗ് വലിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ ശരിക്കും ആ മുഖത്തെ എക്സ്പ്രഷൻ പണ്ടത്തെ ഒരു ഇന്ദ്രത്തിനെ കണ്ട ഒരു പ്രതിനിധി കിട്ടിയിരുന്നു. അതിന്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടി സെറ്റാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു പവർ കിട്ടിയെന്ന് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, IPS ഓഫീസറായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ വലിയ മാസ് കാണിക്കുന്ന പരിപാടി കാര്യങ്ങളൊന്നും പടത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. ഒരു സാധാ നോർമലായിട്ട് പോകുന്ന അന്വേഷണം. അപ്പൊ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ദിവ്യ പിള്ള, നിശാന്ത് സാഗറൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ രണ്ടുപേരും ഒരു മിസ്കാസിങ് ആയ പോലെ എനിക്ക് തോന്നിയില്ല. കാരണം ഒട്ടും തന്നെ ചേരാത്ത ഒരു വേഷം ഇട്ട പോലെ അനുഭവപ്പെട്ടു. രഞ്ജി പണിക്കർ പിന്നെ സ്ഥിരം പടത്തിലെ പോലെ തന്നെ ഇതില് എയറും പിടിച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ റബേക്ക ജോണിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ റോള് കൊള്ളാൻ ഇമോഷണലായിട്ട് കാണിച്ചു ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. പിന്നെ സാഗർ സൂര്യ ഒരു പഴയ പടത്തിലെ പോലെ തന്നെ ഒരു കഞ്ചാവ് അടിച്ച് നടക്കണം, ആലമ്പ് അഴുക്ക ചെറുക്കൻ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പായ നടക്കുന്നുണ്ട്. ഫസ്റ്റ് കാണിച്ച പിന്നെ അവസാന ഭാഗത്ത് വരുന്നുള്ളൂ. ഇതിനെടുത്ത് പറയണതിന്റെ ഞെട്ടിച്ചയായിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രകടനമാണ് വരലക്ഷ്മി ശരത് കുമാറിന്റെ പ്രകടനം. പിന്നെ എന്താ പറയാ, ഗംഭീരമായിട്ടൊരു പ്രകടനം തന്നെ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു നീണ്ട ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ അഭിനയം പോരാന്നത്. ഞാനത് തിരുത്തി പറയാണ്, ഗംഭീരമായിട്ടൊരു പ്രകടനം തന്നെയാണ് ആ വ്യക്തി കാണിച്ചു വെച്ചിട്ടുള്ളത്. കാരണം ഒന്നുകൂടി അതായത് ശരീരം മൊത്തത്തിൽ മാറിപ്പോകുന്ന സ്ലിം ആയിട്ടുള്ള ഒരു അവസ്ഥ, ബോഡി ലാംഗ്വേജ് ഒക്കെ എന്താ പറയാ അതിന് വേണ്ട, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് വേണ്ട ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രകടനത്തോടെ തന്നെയാണ് കാഴ്ച വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഇമോഷണലി പറയുമ്പോൾ ചില ഭാഗത്ത് നമ്മൾ കണ്ട് ചെയ്യുന്നുണ്ട്. കാരണം മൊത്തത്തിൽ പോലെയല്ല അവരെന്താണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെ എടുത്ത് പറയാൻ സാധിക്കും. ഇന്ദ്രത്തിന്റെ ഒപ്പം തന്നെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കുറച്ച് വില്ലന്മാർ വരുന്നുണ്ട്, 4-5 പിള്ളേര്. എന്റെ പൊന്നിത് മാതിരി അഴുക്ക പിള്ളേർ എവിടെയും കണ്ടില്ല. ചെവിക്കലും നോക്കി കൊടുക്കാൻ തോന്നും. ആ തരത്തിലാണ് സൈക്കോ ആയിട്ടുള്ള കുറെ 5-6 പിള്ളേരുണ്ട്. ഇതിന്റെ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ അടുത്ത് കണ്ടിട്ടുള്ള കുഞ്ചക്കോപന പടത്തിലൊക്കെ കുറച്ചും കൂടി ദേഷ്യം തോന്നിക്കും. പക്ഷെ അതിനേക്കാൾ ഒരു 2 ഇരട്ടിയെങ്കിലും ഇവരോട് വരയായിരുന്നു കണ്ട് ചെവിക്കലും നോക്കി കൊടുക്കാൻ തോന്നും. ആ മാതിരി തെണ്ടിത്തരങ്ങളൊക്കെയാണ് ഈ പടത്തിൽ കാണിച്ചു വെച്ചിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ്. ഓരോ വ്യക്തി ഓരോ പേരറിയില്ല, എന്നാലും കൊള്ളാമായിരുന്നു. ബ്രോക്ലെ എന്ന് പറയേണ്ടി വരും.
അതുപോലെ തന്നെ എന്താ പറയാ, ഇതിൽ നിർമ്മൽ എന്ന് പറയുന്ന ഒരു ചെറിയ പയ്യൻ വരുന്നുണ്ട്, അത് ലോക്കൽ ലെവൽ തന്നെയായിരുന്നു. പിന്നെ റബേക്ക നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ആവന്തിയ മോഹൻ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, സാധാരണ സീരിയലിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ കാണുന്ന പോലെ അവളോട് എന്തൊക്കെയോ പിച്ചുമ്പയും പറഞ്ഞ് ഇവര് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതില് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് രഞ്ജി പടക്കർ കഴിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ദിവ്യപ്പിള്ളൊരു മിസ് കാച്ചിങ് ഞാൻ പറയാൻ കാരണം ഡബിങ് പോരായിരുന്നു. കാരണം അവരെ ഒരു ഇത്രയും വലിയൊരു SI ആയിട്ടാണ് അതിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഒരു കിളിനാഥം പോലത്തെ ഡബിങ് ഒക്കെ ആയിരുന്നു. അതിലൊരു പോരായ്മ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നെങ്കിൽ ആ കഥാപാത്രം കൂടി മികച്ചത് ആക്കാമായിരുന്നു എനിക്ക് പറയാനുള്ളൂ. പിന്നെ നെഗറ്റീവില് ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് ഇതിന്റെ ബാൻഡ് സ്കോർ തന്നെയാണ്. കാരണം മണികണ്ഠ അയ്യപ്പ എന്ന് പറയുന്ന വ്യക്തി 2.5 മണിക്കൂർ അടുത്തായിട്ട് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നുണ്ട്. ആ സ്റ്റാർട്ടിങ് തൊട്ട് ഇതിന്റെ എൻഡ് വരെ ഈ ബാൻഡ് സ്കോറിന്റെ പടപട ദന്തം ഈ പടപട പമ്പം ഈ പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം തന്നെ ഈ പടം കഴിയുന്ന വരെയും നമുക്ക് ഇറിറ്റേഷൻ അടിച്ച് തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കഥാപാത്രങ്ങൾ പറഞ്ഞ ഡയലോഗ് കേൾക്കാതെ, കാര്യം ഈ ബാൻഡ് സ്കോറാണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ നിലയ്ക്കാണ് ഇതിന്റെ BGM കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു അതൊന്ന് കുറയ്ക്കാൻ മതി എനിക്ക് തോന്നി, ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള തോന്നുന്നത് ഞാൻ. കാരണം ഈ പടത്തിന്റെ ടൈറ്റിൽ തൊട്ടിട്ട് എൻഡ് വരെ ഇത് അവസാനിച്ചാൽ ഈ സാധനം നിൽക്കണമെന്നില്ല. ഈ ഇദ്ദേഹത്തിന്റെ ഈ ബാൻഡ് സ്കോർ തന്നെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം അതിലൊന്നും ശ്രദ്ധിക്കാൻ പറഞ്ഞു, പല ഭാഗത്തും ഇമോഷണൽ ആണ്. ഞാൻ നേരത്തെ പോയപ്പോൾ നമ്മൾ കണ്ട് ചെയ്യേണ്ട ഭാഗത്തൊക്കെ ഇതിന്റെ ഈ ടച്ചിങ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്തു. അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രീദ്രവി ഉണ്ട്, ചെറിയ സ്പേസിലുള്ള കൊള്ളാമായിരുന്നു. അജു വർഗീസ്, ഞാൻ പറഞ്ഞില്ല ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട്. കാരണം എല്ലാവർക്കും കൊടുത്തുള്ള റോളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നാമത് ഡ്യൂറേഷൻ ആണ്. കാരണം ഫസ്റ്റ് ഹാഫ് തന്നെ നല്ല രീതിയിൽ ലാഗ് അടിപ്പിക്കുന്നുണ്ട്, സെക്കൻഡ് ഹാഫും അതിനോട് കട്ടൊക്കെ പിടിച്ച് ലാഗിങ് ഉണ്ട്. ലാഗിങ് ഇല്ലെന്ന് ഞാൻ പറയില്ല, നല്ല ലാഗിങ്, നല്ല മധുര ലാഗിങ് ഉണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ഉറങ്ങാണ്ടിരിക്കാനും തോന്നുന്നുണ്ട്, ബാൻഡ് സ്കോറിന്റെ ഒരു ഹൈ പിച്ചിലേക്ക് കയറി വരും, പിന്നെ ഡൗൺ ആവുന്നുണ്ട്. ഇതെങ്ങാനും പണ്ടറി ഈ പുല്ല് ആരാണെന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ള തോന്നലായിരുന്നു പടം കണ്ട് കഴിയുന്നവർ എനിക്ക് തോന്നുന്നത്. കാരണം ഫസ്റ്റ് ഹാഫിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല രസമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മടുപ്പിക്കുന്ന റിപ്പീറ്റീവ് നമ്മൾ കണ്ടിട്ട് തന്നെ ഈ പോലീസുകാരനെ വട്ടം കറക്കുന്ന ഒരു സൈക്കോ കില്ലറും പിന്നെയും ഡിസ്റ്റ് കൊടുത്തു, അതിന്റെ മേലെ പിന്നെയും ഡിസ്റ്റ് കൊടുത്ത് ലാസ്റ്റ് കുറെ ഇമോഷണൽ ഒക്കെ ആക്കിയിട്ടാണ് ഇതിന്റെ ചടപടലം ആകായിട്ട് കൊണ്ട് കലക്കവളത്തിൽ മീൻ പിടിക്കുന്ന പോലെയൊക്കെയാണ് ഇതിന്റെ അവസാനം കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ചില ഭാഗത്തൊക്കെ നല്ല ബോറടി എടുപ്പിക്കുന്നുണ്ട്. ഇടയ്ക്ക് വരുന്ന പാട്ടുകൾ 1-2 പാട്ടുകളുള്ളൂ. ഒരു പാട്ട് കൊള്ളാമായിരുന്നു, മറ്റേ പാട്ടൊക്കെ കുറെ ഈ പടത്തിന് ആവശ്യമായിട്ട് അവസാന ഭാഗത്ത് കുറച്ച് പാസം കാര്യങ്ങളൊക്കെ കയറ്റി നിറയ്ക്കുക. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന വിഷയം കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രധാനമായിട്ടും എന്താ പറയാ, ഒരു സൈക്കോ കില്ലർ ഇറങ്ങുമ്പോൾ പ്രധാനമായിട്ടും അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും. റേപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ പണ്ടത്തെ കാലത്തെ പ്രശ്നം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം. അതേ വിഷയമൊക്കെ തന്നെയാണ്, അതിൽ പുതുമയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളും കാരണത്തിലും ചർച്ച ചെയ്യുന്നുണ്ട്. അതൊരു പരിധിയും ശരിയാണ്, പരിധിക്ക് അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പുതുമയൊന്നുമില്ല. കാരണം ഇതിൽ കൊല്ലാനുള്ള റീസൺസ് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ പുതുമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ തന്നെ പല സീരിയൽ കില്ലിംഗ് ഒക്കെ ആണെങ്കിലും ഇതിന്റെ പാറ്റേണായി നോക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർക്ക് ബാക്കിലായിട്ട് ഇമോഷണൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതൊരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ തീരുന്നില്ല പണ്ടാറും. ഇത് ഈ പറഞ്ഞിട്ട് പിന്നെ മുത്തശ്ശൻ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ മുന്നോട്ടേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം ബാക്കി എങ്ങനെയൊക്കെയോ പണ്ടാരം കഴിഞ്ഞ് കിട്ടിയെന്നുള്ള ഒരു തോന്നലായിരുന്നു. എന്നിട്ടും പടം തീർന്നിട്ട് അവസാനം ഇതിനകത്ത് പിന്നെ കഥ പറയാൻ നിൽക്കുകയാണ്. ലാസ്റ്റ് പിന്നെ നമ്മൾ ഇറങ്ങി പോകുന്നു, വേറെ രക്ഷയൊന്നുമില്ല. അങ്ങനെ പണ്ടാരം അവസാനിച്ച നിലയ്ക്കായിരുന്നു. കാരണം ആ ഡ്യൂറേഷൻ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. അതുപോലെ ക്ലൈമാക്സും എനിക്ക് വലിയ ഒരു സംതൃപ്തിയായിട്ട് എനിക്ക് നൽകിയില്ല. കാരണം കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാമായിരുന്നു. പിന്നെ ലാസ്റ്റ് 30 മിനിറ്റ് കുറെ ഇമോഷൻസ് ഒക്കെ കൊണ്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം അവരുടെ ആ കഥ പറച്ചിൽ എന്തായാലും വർക്കൗട്ടായി, അത് ഞാൻ ഇല്ലെന്ന് പറയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിൽ പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്, അത് വേറെ ലെവലായിരുന്നു, അത്യാവശ്യം കൊള്ളാമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഏവറേജ് അനുഭവമായിട്ടാണ് ധീരം തോന്നിയിട്ടുള്ളത്. പക്ഷെ ധീരതയ്ക്ക് അവാർഡ് കൊടുക്കണമെന്ന് നോക്കി കഴിഞ്ഞാൽ ധീരതയ്ക്ക് അവാർഡ് കൊടുക്കേണ്ട വലിയ കാര്യമില്ല താനും. എങ്കിലും ഒരു പാസ് മാർക്ക് ഉള്ളത് ധീരത്തിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. ഒരു ത്രില്ലർ മൂവിയൊക്കെയാണ്, ക്ഷമ വേണം എന്തായാലും, അതെനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. അല്ലെങ്കിൽ ബൈ.